ഇതാണ് ഇവിടുത്തെ പരിപാടി. നമ്മൾ നാട്ടിലാണെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും കിളയ്ക്കുവോ വാഴ വെക്കുവോ അല്ലെങ്കിൽ കപ്പ നടുവോ അല്ലെങ്കിൽ ഇഞ്ചിക്കണ്ട വെട്ടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ പണിസ്ഥലം താമസിക്കുന്ന സ്ഥലം, പണിസ്ഥലം താമസിക്കുന്ന സ്ഥലം. അത് കാരണം തിന്നുക, മൊബൈൽ തോണ്ടുക, ഉറങ്ങുക, ഇതല്ലാതെ വേറൊരു പരിപാടി ഇവിടെ ഇല്ല. അത് കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി ഒന്നിനൊന്ന് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, എണീക്കുക, ഫോണിൽ തോണ്ടുക, വീണ്ടും ഭക്ഷണം കഴിക്കുക. ഇനി ജോലിക്ക് പോകുന്നിടത്താണെങ്കിലും അവിടെ ഇരുന്ന് കുറച്ച് നേരം തോണ്ടുക. അധികം പണി വരുന്നില്ല. അത് കാരണം നമ്മുടെ വയറെന്ത് ചെയ്യും, വയറങ്ങോട്ട് ചാടിയിട്ട് നമുക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു രക്ഷയില്ല. വയറ് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, മൊത്തത്തിൽ പിന്നെ ഒരു മടുപ്പായി. പിന്നെ എണീക്കാനൊക്കെ ക്ഷീണം, പിന്നെ നടക്കാൻ ക്ഷീണം. അതുപോലെ തന്നെ പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പണിയെടുക്കാനായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റാക്കുക, വയറ് കുറയ്ക്കുക, അത് നടപടിയുള്ള കേസേ അല്ല. നമ്മൾ എന്ത് ചെയ്യുക, ഉള്ള സാധനം വെച്ചിട്ട് ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ അത് കണ്ടില്ലേ, ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ മുകളിൽ ഇത് കണ്ടില്ലേ, ഇത് കമ്പിയുടെ മുകളിൽ സിമെൻറ്റ് അത് കമ്പി വെച്ച് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത വെയിറ്റാണ് രണ്ടും ഒരേ പാത്രത്തിൽ തന്നെ നിറച്ചെടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ സാധനങ്ങൾ ഇതെല്ലാം അതേ സാധനങ്ങളാണ്. കോൺക്രീറ്റ് നിറച്ച് കമ്പിയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ വയറ് ഫിറ്റാകുക എന്നുള്ള ചാട്ടം, വയറ് ചാട്ടം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ച ആയി. 3 ആഴ്ച കൊണ്ട് ആദ്യം നല്ല ഒരു ഇത്രയും ഇങ്ങനെ വന്ന് നിന്നിരുന്ന അത്യാവശ്യം എന്താ പറയുക, നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മഹാവൃത്തിയുടെ അതിൽ അപ്പാപ്പന്മാരുടെ കൂട്ട് ഇങ്ങനെ കുടവയറൊക്കെ ചാടി ഇങ്ങനെ. ഇതിപ്പം 3 ആഴ്ചയായി. 3 ആഴ്ച കൊണ്ട് ഏകദേശം ഒരു ഇതായി. പിന്നെ വേറൊരു കാര്യമുള്ള ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിലെ പോലെ ഒന്നും ഡയറ്റ് നമുക്ക് പറ്റത്തില്ല. എന്താ ചെയ്യാം, നമ്മളിപ്പം കൂടുതലും പഞ്ചസാര ഒഴിവാക്കുക. അതുപോലെ തന്നെ എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. നമുക്ക് അത്യാവശ്യമൊക്കെ കഴിക്കാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ, ചീര, അതുപോലെ തന്നെ അതായത് വെജിറ്റബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുക. നമ്മൾ ഈ ഇരുമ്പെല്ലാം എടുത്ത് പൊക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആ ക്ഷീണം ഒന്ന് താങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസത്തിലോ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ ദിവസത്തിൽ ഒരു കോഴിമുട്ടയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു കോഴിമുട്ടയോ അങ്ങനെ നമ്മുടെ ആക്കം പോലെ കഴിക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമായിട്ട് ഒരു ചിക്കൻ മേടിച്ച് നമുക്ക് അതിൻ്റെ ബ്രസ്റ്റ് മാത്രം നമ്മൾ അത് ഒന്ന് പാകപ്പെടുത്തി വലിയ എരിവും നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവൊക്കെ എണ്ണയില്ലാത്ത രീതിയിൽ വേവിച്ച് കഴിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യം. ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഏകദേശം ഒരു 1.5 മണിക്കൂർ. ഇപ്പം എല്ലാവർക്കും ഇപ്പം ജിമ്മിൽ പോകാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഈ ഗൾഫ് മേഖലയിൽ എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോഗ്യസ്ഥിതി തന്നെയാണ് കുഴപ്പം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, മരങ്ങളൊന്നുമില്ല, മരുഭൂമിയാണ്, ചൂടാണ്. അപ്പം നമുക്ക് നമുക്ക് ഈ ഓക്സിജൻ്റെ അളവും ഒക്കെ കുറവായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലേക്കാണ് മരങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ഇതായതുകൊണ്ട് അത്യാവശ്യം നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മണൽ മാത്രമേ ഉള്ളൂ, ചൂടാണ്, ഒരു തണലെന്ന് പറയാൻ അങ്ങനെ ഇല്ല. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്ക് നല്ലാതെ നമുക്കൊരു പാർക്ക് പോലെയോ അല്ലെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം വീക്കാവും. അപ്പോൾ അങ്ങനെ ആ ക്ഷീണം തട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും
അസുഖങ്ങൾ പിടിപെടും. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ പിടിപെടുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നമുക്ക് ആകപ്പാടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കിയാലേ നമുക്ക് നാളെയാണെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രധാനമായിട്ടും നമ്മുടെ ബോഡി ഹെൽത്ത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാരണം നമ്മളത് എത്രയാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യണം. നമ്മളെ ബോഡിയെ, നമ്മുടെ ശരീരത്തെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ ശരീരം നമ്മളെയും കെയർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു വൈകുന്നേരം എല്ലാവരും ഈ പൊതുവെ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് എന്തായാലും സമയം കിട്ടും. 8 മണിക്കൂർ ഡ്യൂട്ടിയേ ഉള്ളൂ. പിന്നെ ഓവർ ടൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇങ്ങനെ അവർ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള റൂമിലോ ഒക്കെ വെച്ച് ചെറുതായിട്ടൊക്കെ ചെറിയൊരു ബോഡി എക്സസൈസ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനൊരു അവയർനെസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്ക് കാണുന്നതിനുള്ള വേണ്ടി ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എക്സസൈസിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.